ഇത് മിക്കവാറും തിരക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഡിപ്പെൻസ് ഓൺ ആണ്. പൊതുവെ ഈ സമയമാകുമ്പോഴേക്കും ഒരു ചെറിയൊരു തിരക്ക് ഉണ്ടാവാറുണ്ട്. സെയിന്റ് ആന്റണീസ് ചർച്ചിലേക്കുള്ള യാത്രയാണ്. തൊപ്പി നിർബന്ധമായിട്ട് ഇടണം, കാരണം കണ്ടുപിടിക്കാൻ പറ്റില്ല, ഓൾറെഡി ഇട്ടാം. കയറുമ്പോ പള്ളിയുടെ അകത്ത് കയറുമ്പോൾ തൊപ്പി മാറ്റുക, സൗണ്ട് അധികം ഉണ്ടാക്കാതിരിക്കുക. പിന്നെ നമ്മൾ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കബറിടം കാണും. കബറിടം കാണുമ്പോൾ അറിയാം നമ്മളൊക്കെ വിശ്വാസികളാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ, നമ്മുടെ വിശ്വാസം ഏറ്റവും പെർഫെക്റ്റ് ആവുന്നത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാതിരിക്കുമ്പോൾ. സോ അവിടെ പുണ്യാളന്റെ തൊട്ട് പ്രാർത്ഥിയൊക്കെ ചെയ്യാം. പക്ഷേ ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് അറിയുന്നത്, ബോം ജീസസിന്റെ അവിടെ കൈ മുറിച്ച് കേട്ടില്ലായിരുന്നോ? അങ്ങനത്തെ ആളാ, കാലിന്റെ ആയിരുന്നു സാറേ. കാലിന്റെ തള്ളവരുന്നത് നമ്മളെ ആൾക്കാരുണ്ടാവില്ല, വേറെ ആൾക്കാരൊക്കെ അവിടെ ഇങ്ങനെ കിട്ടും. നമ്മൾ എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് പോവുക, അത് പ്രാർത്ഥിക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, അദ്ദേഹത്തിന്റെ റിലിക്സ് ഒക്കെ കണ്ട് ചാപ്പൽ പള്ളി ബസിലിക്ക മുഴുവൻ കണ്ട് നമ്മുടെ ഹോളി വാട്ടർ അവിടെ എടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഡൊണേറ്റ് ചെയ്യാന്നുള്ളത് അവിടുത്തെ ഒരു കൾച്ചറാണ്. ആ പള്ളിക്ക് ആ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോകാൻ ഈ ഡൊണേഷൻ ആണ് മെയിൻലി. സോ അത് എടുക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ഇടാനുള്ള ഒരു ഓപ്ഷൻ അവർ പറഞ്ഞിട്ടുണ്ട്. അത് എടുക്കണമെങ്കിൽ എടുക്കാം. ഡിപ്പെൻസ് ഓൺ, തീർന്നു പോയാൽ അവർ ഒരു എമൗണ്ട് ആണ് അവർ വെക്കാറുള്ളത്. അത് കഴിഞ്ഞ് അവിടെ വാഷ്റൂം ഇല്ല, നേരെ പുറത്ത്